അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരി നഗരസഭയിലെ 12ാം ഡിവിഷനിൽ ഉൾപ്പെട്ട ഓട്ടുപാറ ഈസ്റ്റ് പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നരകയാതനയിലാണ്. ഓട്ടുപാറ കുന്നംകുളം റോഡിനോട് ചേർന്നുള്ള പഴയ പോസ്റ്റ് ഓഫീസ് റോഡിൽ മെറ്റൽ പാകിയതല്ലാതെ ടാറിംഗ് നടത്താത്തതാണ് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെയായി. ഇതുവരെയായിട്ട് അവർ ഒന്ന് റോളർ വെച്ചിട്ടെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നടക്കാനും, വണ്ടിയുടെ ഒക്കെ ടയർ ഒരു കുഴപ്പമില്ലായിരുന്ന ടയറായി. ഈ പണി തുടങ്ങിയ പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ കേടായിട്ടിരിക്കുക. അതുപോലെ ഇവിടെ എല്ലാവരും ബൈപ്പാസ് കഴിഞ്ഞാൽ, ഈ 2 വീട്ടിലും ബൈപ്പാസ് കഴിഞ്ഞ ആൾക്കാർ. എൻ്റെ ഭർത്താവും ബൈപ്പാസ് കഴിഞ്ഞ. അപ്പോൾ പൊടിയുടെ ഇതുകൊണ്ട് ബുദ്ധിമുട്ട്, ഭയങ്കര ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ 2 പേര് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഒരാൾ ശ്വാസം മുട്ടൽ, ഒരാൾക്ക് ഹാർട്ടിന് പ്രശ്നമായിട്ട്. ആളിപ്പോൾ ആസ്പത്രിയിലാണ്, അമലയിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാണെങ്കിൽ എത്രയും വേഗം ഇത് ടാർ ചെയ്ത് തരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നടക്കാത്തത് മെമ്പറിനെ വിളിച്ചപ്പോൾ ആൾ ടാറില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ എന്താ കുറേ വർക്ക് എടുത്തിട്ടുണ്ട്, എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഒരു മാസത്തിന് മേലെയായി. കല്ലുകൊണ്ട് അടിച്ചു. പക്ഷെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഒതുക്കുകയാണെങ്കിൽ പൊടിയെങ്കിലും പോയേനെ. പിന്നെ പട്ടികളുടെ ശല്യം, ഇതെല്ലാം കൊണ്ട് ഇവിടെ രാവിലെ എല്ലാവരും നടക്കണമാണ്. ഈ വീട്ടിലെ ചേച്ചിയൊക്കെ ആണെങ്കിൽ രാവിലെ ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവരുടെ നടപ്പ് അവസാനിച്ചു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് ഇതുകൊണ്ട്. റോഡിൽ വിരിച്ചിരിക്കുന്ന പാറമണ്ണിൽ നിന്നും ഉയരുന്ന രൂക്ഷമായ പൊടിപടലങ്ങൾ കാരണം പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. പൊടി ശ്വസിച്ചുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2 പേർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മെറ്റലുകൾ നിരത്തിയിട്ടിട്ടുണ്ടെങ്കിലും അവ യഥാസമയം ഒതുക്കാത്തതിനാൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്രം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും റോഡ് വലിയ അപകടക്കണിയായി മാറിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിപ്പൊളിയുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ഡിവിഷൻ കൗൺസിലറെ പലതവണ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. അതേസമയം നിലവിലെ യുദ്ധ സാഹചര്യം മൂലം ടാറിൻ്റെ ലഭ്യത കുറഞ്ഞതും അമിതമായ വില വർധനവുമാണ് പണി വൈകുവാൻ കാരണമെന്നാണ് കരാറുകാരുടെ പക്ഷം. 2 ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അധികൃതരുടെ ഈ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുവാൻ നാട്ടുകാർ തയ്യാറല്ല. അടിയന്തരമായി ടാറിംഗ് പൂർത്തിയാക്കി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ഉറച്ച ആവശ്യം. ഈ റോഡ് ടാർ ചെയ്യുന്ന പറഞ്ഞിട്ട് മാസങ്ങളോളായി. വെറുതെ കല്ല് വിരിച്ച് പോകാന്നല്ലാതെ ജനങ്ങൾക്ക് നടക്കാനും പറ്റുന്നില്ല, വണ്ടി ഓടിക്കാനും പറ്റുന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ ശ്വാസം മുട്ടുള്ള ആൾക്കാരാണ് മുഴുവൻ ആൾക്കാർ. ഇപ്പോൾ 2 ആൾ ആശുപത്രിയിലാണ്, അമലയിലാണ് കിടക്കുന്നത്. അവർക്ക് ചികിത്സ ചിലവ് തന്നെ ഇങ്ങോട്ട് തിരിച്ചു തരേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ടാർ ചെയ്ത് തരിക, അല്ലെങ്കിൽ റോളർ കൊടുത്തിട്ട് ഒന്ന് അടിച്ച് ഇതാക്കി തരിക. എന്നാലും കാൽനട ആൾക്കാർക്ക് നടക്കാനൊരു സൗകര്യം കിട്ടില്ല. വണ്ടി ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് ഒരു മാസമായി ഇങ്ങനെ വെറുതെ കിടക്കണമെന്ന്. അത് എത്രയും പെട്ടെന്ന് നേരേക്ക് തന്നാലാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല. അത് എത്രയും പെട്ടെന്ന് നേരേക്ക് തരണമെന്ന് ഇതാക്കുന്നു. You are watching VCV News.